ലൈഫാണ്. അതായത് സ്കൂളൊക്കെ തുറന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു റിലാക്സിങ് ഡേ. വെളിച്ചം വരാണ്ട് കർട്ടനൊക്കെ തുറന്നു. പിന്നെ ഞാൻ ടാബിലൊക്കെ കളിച്ചതല്ല, ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയതാണ്. ശരിക്കും അതൊരു ബാഡ് ഹാബിറ്റാണ്. പിന്നെ കുറേ നേരം ഇതിൽ നോക്കിയിരുന്നു. ഞാൻ നീച്ചപ്പോഴേ കുറച്ച് ടൈം വൈകിയിട്ടുണ്ടായിരുന്നു. കാരണം സ്കൂളൊന്നും ഇല്ലാത്തൊരു ഡേ അല്ല, അപ്പോൾ കുറച്ച് റിലാക്സ് ആക്കാൻ വിചാരിച്ച് അങ്ങനെ ഉറങ്ങിയതാണ്. നീച്ചപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യാനുള്ള ഷോർട്സിൻ്റെ ഐഡിയാസൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ സ്കൂളിലുള്ളത് കൊണ്ട് തന്നെ ഒരു ലീവ് കിട്ടുന്ന ഡേ ഞാനൊരു 3 ഷോർട്സെങ്കിലും മിനിമം എടുത്ത് വെക്കാൻ നോക്കും. ചില ദിവസം 5 ഷോർട്സൊക്കെ എടുത്തേക്കും. ഇപ്പം എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 3 ഷോർട്സ് എടുത്തിട്ടുള്ളായിരുന്നു. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടും. പിന്നെ ഞാൻ പോയി ഫ്രഷപ്പൊക്കെ ആയി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ടേബിൾമൊക്കെ ആസ് യൂഷ്വൽ വരുന്ന പോലെ വന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ തുറന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണാൻ വിചാരിച്ച് അങ്ങനെ സെർച്ച് ചെയ്തു. ഈ അബ്രോഡ് കൺട്രീസിലൊക്കെയുള്ള കുറേ ആൾക്കാരുടെ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ ഏതെങ്കിലുമൊക്കെ കാണാൻ വിചാരിച്ചെടുത്തതാണ്. ഐസ്ക്രീം കൊണ്ടുവന്ന് വെച്ച കാര്യം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്കത് മനസ്സിലാവും. ശരിക്കും ഈ ഒരു ടൈം ഞാൻ ഉപയോഗിക്കാറ് ഇങ്ങനെ ഫോണിൽ കാണാൻ മാത്രമായിട്ടല്ല, എനിക്ക് ടു ഡു ലിസ്റ്റ് എഴുതാനാണ്. അന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ജസ്റ്റ് ആ ഒരു ഡേ പ്ലാൻ ചെയ്യണം. സാധാരണ ഞാൻ നല്ല പ്ലാൻ ചെയ്ത് എഴുതാറുണ്ട്. ഞാൻ അങ്ങനെ വലിയതായി പ്ലാനൊന്നും ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഉള്ളിൽ കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു 3-4 പോയിന്റ്സ് ജസ്റ്റ് ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ടുള്ളൂ. കാരണം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ ജസ്റ്റ് ടിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരേക്കുള്ള പ്ലാനിങ് അടിപൊളിയായിരുന്നു. ബട്ട് വൈകുന്നേരം കഴിഞ്ഞ് രാത്രി വരെയുള്ള പ്ലാനിങ് ഞാൻ ഒട്ടും ട്രൈ ചെയ്തല്ലായിരുന്നു, കാരണം ഒരുപാട് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ വീഡിയോ ഇട്ടത് കണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ അതിരുന്ന് കാണാൻ വിചാരിച്ചു. ഇതിൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് യൂട്യൂബർ തന്നെയാണ്. അങ്ങനെ അത് കണ്ടിരുന്നു. അപ്പോൾ ഇനി ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ ടു ഡു ലിസ്റ്റ് ടൈം എന്താ ചെയ്യുന്നത്, നമുക്കിനി ആലോചിച്ചാൽ എന്തൊക്കെയാണ് ഡേയിൽ എന്തൊക്കെയാണ് ചെയ്യാണ്ട്, ഇന്നത് ചെയ്യാണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, എഡിറ്റിംഗ് ചെയ്യാണ്ട്, ഷൂട്ട് ചെയ്യാണ്ട്, അങ്ങനെയൊക്കെ ചെയ്താൽ. അങ്ങനെ ഞാൻ ആ വ്ളോഗൊക്കെ കണ്ട് കുറേ ആലോചിച്ച് ഈ ഒരു 4 പോയിന്റ്സ് തന്നെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ ഒരു ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിക്കണം. അപ്പം നിങ്ങൾ വിചാരിച്ചും കുറച്ച് മുമ്പല്ലേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല, നമ്മൾ സാധാരണ ഇടുന്ന ലോങ് വീഡിയോസൊക്കെ ഒരു 1 or 2 മിനിറ്റ്, ഇല്ലെ 3 മിനിറ്റ്സ്, ഇല്ലെങ്കിൽ 6 അങ്ങനെയൊക്കെയാണ് വരിക. കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയി. അപ്പം ഇന്ന് അതാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് ലോങ് ആയിട്ട്. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മൾ കാണുന്നിടത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്കതൊരു ഓർമ്മ വരുള്ളൂ. അങ്ങനെ ഞാനത് എൻ്റെ ടേബിളിൻ്റെ വാളിൻ്റെ അടുത്തായിട്ട്, ഞാൻ എപ്പോഴും അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് കാണാം. അപ്പോൾ അവിടെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എടുത്ത സാധനമൊക്കെ തിരിച്ചു വെച്ചു. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഐസ്ക്രീമുള്ള കാര്യം മറന്നു എന്നുള്ളത്. ഇതാണ് അത് ഞാനുള്ള കാര്യം മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടോക്കി എങ്ങനെയുണ്ട്. അങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ ഐസ്ക്രീം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കഴിച്ചു. അങ്ങനെ അതിരുന്ന് കഴിച്ചു ഫുള്ളും. സാധാരണ ഞാനൊരു വ്ളോഗ് കണ്ടതിന് അപ്പം നിർത്താറുണ്ട്. ഇന്ന് 2 വ്ളോഗൊക്കെ ഇരുന്ന് കണ്ടു. ആ ഒരു മൂഡിൽ കുറച്ച് കണ്ടു. കാരണം ഇന്ന് ഭയങ്കര ഒരു പ്രൊഡക്റ്റീവ് ഒരു ഡേ ആയിരുന്നു. രാവിലെ എണീറ്റപ്പോഴേ മഴ പെയ്യുന്നുണ്ടോ ചോദിച്ചാൽ പെയ്യുന്നുണ്ട്, പെയ്യുന്നില്ല ചോദിച്ചാൽ പെയ്യുന്നില്ല എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു. സാധാരണ നല്ല വെയിലുള്ള ദിവസങ്ങളിലൊക്കെ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ മൂഡ് വരിക, വീഡിയോസൊക്കെ എടുക്കാനും പ്രൊഡക്റ്റീവ് ആവാനൊക്കെ. പക്ഷെ ഇന്ന് എന്താ അറിയില്ല, റെയിനി ആയതുകൊണ്ടാണെന്നും എന്തോ എനിക്കറിയില്ല, നല്ല മൂഡൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ കുറച്ച് നേരത്തെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ വോയിസ് ഓവർ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് ടൈമായി. അങ്ങനെ ഫുള്ളും ഇതാ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിന്നതൊക്കെ പോയി ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വരണം.
അങ്ങനെ അത് കഴിഞ്ഞ് ജസ്റ്റ് വാഷ് ചെയ്തൊക്കെ വന്നതിന് ശേഷം ഞാൻ ടാബിലൊന്നും തീരെ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ അതൊന്ന് കുത്തിയേക്കണം. ഇനി ഇത് കുത്തി വെച്ചിട്ട് വേണം നമുക്ക് ഷൂട്ടിങ് ചെയ്യാൻ. ഇന്ന് 3 ഷോട്ട്സ് ഷൂട്ട് ചെയ്യണം. ജങ്ക് ജേർണലിങ്ങിൻ്റെ ഷൂട്ടിംഗ് ആണുള്ളത്. അപ്പോൾ അത് ചെയ്യണം. 3 ഷൂട്ട് ചെയ്യാണ്ട്. തീരെ ചാർജ് ഇല്ലായിരുന്നു, അപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട്. പാട്ടൊക്കെ കേട്ട് അങ്ങനെ റിലാക്സ് ചെയ്തതിന് ശേഷം ഷൂട്ടിങ്ങിലോട്ട് കടന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ കാണിക്കണില്ല ഇതിൽ, കാരണം ഷോർട്സ് പുറത്ത് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ക്ലീൻ ആക്കിയതിന് ശേഷം ജനൽ തുറന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ മഴ പെയ്യുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല അവസ്ഥയിൽ. ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പേപ്പർ സ്ട്രോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു വാൾ ഗ്രിഡ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. പക്ഷെ അതെങ്ങനെ വന്നിട്ടും എനിക്ക് അങ്ങോട്ട് റെഡി ആവുന്നില്ല. ലാസ്റ്റ് ഏകദേശമൊക്കെ സെറ്റായി വന്നപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്, പേപ്പർ സ്ട്രോ തെയ്യില്ല എന്ന്. അങ്ങനെ ഇനിയും കൊണ്ടുവരണം. അങ്ങനെ ഫൈനലി മഴ പെയ്തിരിക്കുകയാണ്. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ ജനലൊക്കെ തുറന്നിട്ടിരിക്കാൻ. നല്ല മഴ ഉണ്ടായിരുന്നു. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കുറേ നേരം ഞാൻ ആ ജനലിൻ്റെ അവിടെ അങ്ങനെ ഇരുന്നു. ഇപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു 3 മണി അങ്ങനെ എന്തോ ആണ് ടൈം ആയിട്ടുള്ളത്. എന്നാലും വെളിച്ചം തീരെ കുറവാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഇങ്ങനെ ആസ്വദിച്ചിരിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു പെയിൻറ്റിങ് ചെയ്യാമെന്ന്. പിന്നെ അപ്പം എനിക്ക് തോന്നി പെയിൻറ്റിങ് ചെയ്യാനുള്ള മൂഡില്ലാന്ന്. അങ്ങനെ ഞാൻ ഒരു വ്ളോഗൊക്കെ കണ്ട് അവിടെ ഇരുന്ന്, ആ ജനലിൻ്റെ അവിടെ ഇരുന്ന് വ്ളോഗൊക്കെ കണ്ടു. നല്ലൊരു കോസി വൈബായിരുന്നു. നേരത്തെ പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറിൻ്റെ ഒരു വ്ളോഗ് ഞാൻ കാണാത്തുണ്ടായിരുന്നു. അങ്ങനെ അതിരുന്ന് കാണുകയാണ്. നല്ല കാറ്റും മഴയുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് റിലാക്സ് ആയിരുന്നു ഞാൻ. പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. പിന്നെയും ഒരു വ്ളോഗ് അങ്ങനെ ഇരുന്ന് ഞാൻ കണ്ടു. ഇപ്പം കുറച്ചുകൂടെ ഒക്കെ ഇരുട്ടായി ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ടൈം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ടൈം ഗൈസ്, നിങ്ങൾ നോക്കി നോക്ക്. 3:17 ആയിട്ടുള്ളൂ. എന്നിട്ടും നമ്മുടെ ഈ ഒരു വെതർ നല്ലോണം ഇരുണ്ടിട്ടാണ്. ആ മെസ്സൊന്നും നിങ്ങൾ നോക്കണ്ട. അത് ഞാനിവിടെ ചെറിയൊരു പണി ഇരിക്കുകയായിരുന്നു. നല്ല ഇരുണ്ടുണ്ട്. ഇത് ഞാൻ ഇരുട്ടാക്കിയതാണ് കേട്ടോ. അത് അതൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഞാൻ ചോറൊക്കെ തിന്ന് കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചല്ല വായിച്ചു. പിന്നെ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ക്രേവിങ്സ് വരാറുണ്ടോ? എനിക്കങ്ങനെ വരാറുണ്ട്. അങ്ങനെ ക്രേവിങ്സ് വന്നപ്പോൾ ആകെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. നേരത്തെ പറഞ്ഞ പ്ലാനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്ലാനൊക്കെ ഇവിടെയാണ് കൊള്ളായത്. കുറേ എഴുതാണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് എഴുതിയായിരുന്നു. എഴുത്തൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ ആക്കി. ഞാനിന്ന് ഡ്രോയിങ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ കുറച്ച് മുമ്പ് ചെയ്തൊരു ഡ്രോയിങ് ഉണ്ട്. ഇതായിരുന്നു. വേറെ ഒന്നും കൂടെ ഉണ്ടത് കാണിക്കാം. ഇഷ്ടപ്പെടില്ലെന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കഷ്ടപ്പെട്ട വീഡിയോ ഇടുന്നതല്ലേ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ ഞാൻ ഇന്ന് എഴുതിയ എല്ലാ ടു ഡു ലിസ്റ്റിലെ കാര്യങ്ങളും ഞാൻ ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഹാപ്പിയാണ് അതിൽ. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ നിങ്ങൾ ആരും ഇപ്പോൾ കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല, കമൻറ്റും ചെയ്യാനും ലൈക്ക് ചെയ്യാനും അത്രയ്ക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ നിങ്ങളാരും മറക്കണ്ട. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രോയിങ്. ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.